എവരിവൺ. അപ്പോൾ എൻ്റെ പേര് വിസ്മയ എന്നാണ്. ഞാൻ പ്രൊഫഷണലി ഒരു എക്കോ ടെക്നീഷ്യനാണ്. ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ വർക്ക് റിലേറ്റഡായിട്ടുള്ള കുറച്ചധികം പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾ +2 പാസ് ഔട്ട് ആയിട്ടുള്ള പിള്ളേരായിട്ട് എന്നോട് ചോദിച്ചിരുന്നു, ചേച്ചി ഏതാണ് കോഴ്സ്, എങ്ങനെയുണ്ട് കോഴ്സ്, ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ, ജോലി സാധ്യതയുണ്ടോ, സാലറി എങ്ങനെയാണ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കുറേ പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പോഴും കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ. കുറേ നാളായിട്ട് വിചാരിക്കുന്ന വീഡിയോ എടുക്കണമെന്ന്, പക്ഷേ നമ്മുടെ ജോലി തിരക്കൊക്കെ കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ മാക്സിമം ഞാൻ വേഗത്തിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഴ്സ് BSc കാർഡിയോവാസ്കുലർ ടെക്നോളജി 3 വർഷത്തെ കോഴ്സാണ്. 1 ഇയർ ഇന്റേൺഷിപ്പ് ആണ് വരിക കേട്ടോ. കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹാർട്ടും, വസ്കുലർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് ആണ്. അപ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ്, അതിന് നോർമൽ ഫംഗ്ഷനിങ്, അബ്നോർമാലിറ്റീസ്, വാർഡ്സിന്റെ പ്രശ്നം, അതേപോലെ തന്നെ പല അബ്നോർമാലിറ്റീസും ഡിസീസും ഒക്കെ നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ കോഴ്സ് ഭയങ്കര എളുപ്പമാണോ വെച്ചാൽ അല്ല, നമുക്ക് അത്യാവശ്യത്തിൽ അധികം പഠിക്കാനുണ്ട്. മെയിനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ, ECG, ട്രെഡ്മിൽ, പിന്നെ അതേപോലെ ഹോൾട്ടർ, ECG ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല ഹോസ്പിറ്റൽ ഫീൽഡ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ടീച്ചിങ് ഫീൽഡിലോട്ട് പോകാം. MSc PhD ഒക്കെ എടുത്തിട്ട് പ്രൊഫസേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാം. ഇനി വേണമെങ്കിൽ മെഷീൻ സൈഡ്, മെഷീൻ സർവീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിയണവരൊക്കെ കുറേ പേരുണ്ട് കേട്ടോ. ഇത് പഠിച്ച 3-4 വർഷം വേസ്റ്റ് ആയി പോവോ ചേച്ചി എന്നൊക്കെ ചോദിക്കണ കുറേ പേരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ വേസ്റ്റ് ആയിട്ടൊന്നും പോവില്ല. കാരണം നമ്മൾ എന്ത് പഠിച്ചാലും ഇറങ്ങി ഉടനെ തന്നെ ജോലി കിട്ടുന്നതൊക്കെ ഓരോരുത്തർ ലക്ക് പോലെ ഇരിക്കും. ചിലപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ മെഡിക്കൽ ഫീൽഡാണെന്ന് പറഞ്ഞാലും ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ടെക്നീഷ്യൻസിൻ്റെ വേക്കൻസീസ് വളരെ കുറവായിരിക്കും. നഴ്സുമാരെ പോലെ അത്രയും വേക്കൻസീസ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്താലും നമുക്ക് നല്ലൊരു ജോലി തന്നെ കിട്ടും. പിന്നെ സാലറിയുടെ കാര്യം ചോദിക്കുന്നവർക്ക് അത് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ബേസ്ഡ് ആയിട്ടാണ് സാലറി ഓരോ ഹോസ്പിറ്റലിലും ഓരോ രീതിയിലാണ് തരിക. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സാലറി കിട്ടില്ല, പ്രത്യേകിച്ച് നമ്മൾ ഈ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യണവർക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ 1-2 വർഷം എക്സ്പീരിയൻസ് ഒക്കെ ആയി എബ്രോഡൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ നല്ല സാലറി ആയിട്ടുള്ള ജോലി കിട്ടും കേട്ടോ. പിന്നെ കാറ്റലാബ് ആൻഡ് എക്കോ എന്താണെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാകും. എക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അൾട്രാസൗണ്ട് സ്കാനൊക്കെ ചെയ്യില്ല, അതേപോലെ ഒരു പ്രോബ് യൂസ് ചെയ്ത് നമ്മുടെ ഹാർട്ടിലെ മസിൽസിൻ്റെ ഫംഗ്ഷൻ, വാൾവ്സിൻ്റെ ഷേപ്പ് വ്യത്യാസം ഉണ്ടോ, വാൾവ്സിന് ലീക്ക് ഉണ്ടോ, അതേപോലെ കാൽസിഫിക്കേഷൻസ് ഉണ്ടോ, ഹോൾ ഉണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടെസ്റ്റ് വഴി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് ഈ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഡോക്ടേഴ്സ് വന്ന് നോക്കിയിട്ട് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ റിപ്പോർട്ട് അടിക്കുക. പക്ഷേ കുറേ സെൻറ്റേഴ്സിലൊക്കെ നമ്മൾ തന്നെയാണ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ കാറ്റ് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തീറ്ററൈസേഷൻ ലാബാണ്. നമ്മൾ ഈ എക്കോ ഒക്കെ ചെയ്ത് നോക്കി ഹാർട്ടിന് വല്ല മസിൽസിന് വല്ല അതിനൊക്കെ കുറവുണ്ട് അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആൻജിയോഗ്രാം പറയും. കാറ്റ് ലാബിലാണ് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, പേസ് മേക്കർ, അങ്ങനത്തെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുക. അപ്പം ഈ ഒരു ടെസ്റ്റ് വഴിയാണ് നമുക്ക് ഹാർട്ടിൻ്റെ ഏത് ആർട്ടറിയിലാണ് ബ്ലോക്ക് ഉള്ളത് അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുക. ഈ പ്രൊസീജിയേഴ്സിലൊക്കെ നമുക്ക് ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ എക്സ്റേയുടെ റേഡിയേഷൻ കൊടുക്കുന്നുണ്ട്, അതിനൊരു സിയാം ഉണ്ട്. അപ്പോൾ ആ സിയാം കൺട്രോൾ ചെയ്യുന്ന ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളൊക്കെ മൂവ്മെൻറ്റ്സും ഇതൊക്കെ നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഹീമോഡൈനാമിക് മോണിറ്ററിങ്, അതായത് പേഷ്യൻറ്റിൻ്റെ പ്രഷർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യണം. അതേപോലെ തന്നെ എമർജൻസി കണ്ടീഷൻസ്, അതായത് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും നമ്മളെ പോലുള്ള ടെക്നീഷ്യൻസിന് അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് ജോലിയുടെ സമയത്തൊക്കെ അത് വളരെ പ്രശ്നമായിട്ട് വരും. പിന്നെ നിങ്ങളൊരു കോളേജിൽ ചേരുമ്പോൾ അവർക്ക് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അത് എത്ര ബെഡഡ് ഹോസ്പിറ്റലാണ്, നമ്മുടെ കോഴ്സിലുള്ള പിള്ളേരെ മൊത്തം അവിടെ ട്രെയിൻ ചെയ്യിക്കാനുള്ള സൗകര്യം അവർക്കുണ്ടോ. ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ ഇല്ലാത്ത കോളേജ് ആണെങ്കിൽ ഇന്റേൺഷിപ്പ് സമയത്ത് അവർ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ ശരിയാക്കി തരും. അത് നമ്മൾ നോക്കേണ്ടി വരുമോ ഹോസ്പിറ്റൽ, അതൊക്കെ നിങ്ങൾ നേരത്തെ അന്വേഷിച്ച് വെക്കേണ്ടത് ഒന്ന് നല്ലതായിരിക്കും കേട്ടോ. അത്രയ്ക്കുള്ളൂ കേട്ടോ. കുറേ പേര് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർട്സ് ആൻഡ് സയൻസ് പോലത്തെ ഒരു അടിച്ചുപൊളി ലൈഫൊന്നും ആയിരിക്കില്ല കേട്ടോ. കാരണം നമ്മൾ ചൂസ് ചെയ്തേക്കേണ്ടത് അങ്ങനത്തെ ഒരു പ്രൊഫഷനാണ്. അപ്പോൾ നമുക്ക് തിയറി ക്ലാസ്, പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ ആയിട്ട് നമ്മുടെ ലൈഫ് അങ്ങനെ പോകും. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ കോളേജിൽ ഉണ്ടാവും, അതൊക്കെ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ ക്ലാസ് കട്ട് ചെയ്യുക, ബ്രേക്കിന് നടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. വളരെ സ്ട്രിക്റ്റ് ആയിരിക്കാനാണ് ചാൻസ്. ഞാൻ കണ്ടിടത്തോളം അങ്ങനെയാണ് എല്ലായിടത്തും. പിന്നെ കുറേ പേരൊക്കെ 1 വർഷമൊക്കെ ആകുമ്പോഴേക്കും ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകണവരുണ്ട്. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് ഈ ഒരു ഫീൽഡിനോടുള്ള ഇഷ്ടം പോവും. അപ്പോൾ നിങ്ങൾ ചേരുമ്പോഴേ സൂക്ഷിക്കുക. കാരണം 1 വർഷം പോയി കഴിഞ്ഞാൽ 1 വർഷം പോയത് തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊഫഷനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ചേരുക. നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ഫീൽഡാണിത്. നമുക്ക് അങ്ങനെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു പരിമിതി ഉണ്ട് എല്ലാത്തിലും. പിന്നെ ഞാനൊക്കെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞു തരാൻ ആരുമില്ല. ഞാൻ ഈ ഒരു പേര്, അതായത് BSc കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഭയങ്കര ഗാംഭീര്യമുള്ള പേരല്ലേ. അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം, പഠിച്ചിറങ്ങി
കഴിഞ്ഞുകൊണ്ട് ജോലി കിട്ടണം ആ ഒരു ചിന്തയിലാണ് ചെയ്യേണ്ടത്. എക്സ്റേ ഉണ്ടെന്നോ റേഡിയേഷൻ ഉണ്ടെന്നോ പോലും എനിക്ക് അറിയണ്ടായിരുന്നു. അതൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ കുറേ പിള്ളേർ ഇപ്പോൾ എന്നോട് ഡൗട്ട്സ് ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞെടുക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ കുറേ പേർക്കൊക്കെ എന്താണ് ഈ ഒരു കോഴ്സും അതിലെന്തൊക്കെ ജോലി കിട്ടുമെന്നും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണ്, അതല്ല നിങ്ങൾക്ക് അറിയാൻ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ പേർക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ബൈ ബൈ.